ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് അഡോൺ പാലസ് പെരുമ്പാവൂരാണ്. ഇവിടെ ഒത്തിരി അധികം കളക്ഷൻസ് നമ്മുടെ ഹെയർ എക്സ്റ്റൻഷനിൽ വന്നിട്ടുണ്ട്. ഹെയർ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വാർമുടി കൊളുത്തിയാണ്, അങ്ങനത്തെ അല്ല കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ ഹെയറിന് നാച്ചുറൽ ആയിട്ട് കേളിയായിട്ടും അത് ഫെദർ കട്ട് വേണോ ഏത് ടൈപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ കുറച്ച് മോഡൽസ് കണ്ടാലോ. ഇതാണ് നമ്മുടെ ഹെയർ എക്സ്റ്റൻഷൻ. ഇതിന്റെ പല ടൈപ്സും നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഈസി ആയിട്ട് വെക്കാൻ പറ്റുമോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതിന് ഇതുപോലെ 3 ക്ലിപ്പ് വരുന്നുണ്ട്. ജസ്റ്റ് ടിക് ടാക്ക് പോലെയാണ്. ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മളൊരു ക്രൗൺ പോർഷൻ മാത്രം, ബാക്കിൽ ഉള്ള പോർഷൻ മാത്രം എടുത്തിട്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ നമ്മൾ ആ ഒരു ഇതിൽ വെക്കുക. ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക, ക്ലിപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഹോൾഡ് ചെയ്യുക, ക്ലിപ്പ് ചെയ്യുക, ഹോൾഡ് ചെയ്യുക, ക്ലിപ്പ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇനി ഇതിങ്ങനെ വലിച്ചാലും പിടിച്ചാലും ഒന്നും പോവില്ല. ശരിക്കും നമ്മുടെ ഒറിജിനൽ ഹെയർ കിടക്കും പോലെ ഉണ്ട്. ശരിക്കും ഇതിനകത്ത് ചേച്ചി കളറൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ആ ഒരു മുടിയായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഇനി വലിച്ചാലും പിടിച്ചാലും ഒന്നും പോകത്തില്ല. ഭയങ്കര സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്, അത് നമുക്ക് കാണാം. ഇത് നമ്മുടെ നാച്ചുറൽ ഫിനിഷിങ്ങിൽ വരുന്ന ഫെദർ കട്ടാണ്. ഇത് നല്ല കിഡിലൻ സ്റ്റൈലിഷ് ആയിട്ടുള്ള കേൾസ് ആണ് കേട്ടോ. നല്ല നാച്ചുറൽ കേൾസ് ആണ് നമ്മുടെ മുടിയായിട്ട് മാച്ച് ചെയ്യുന്ന രീതിക്ക്. ഇത് നമ്മുടെ ബർഗണ്ടി ഹൈലൈറ്റിൽ വരുന്നതാണ് കേട്ടോ. നല്ല രസമുള്ള, ഇനിയിപ്പോൾ സ്വന്തം മുടിയിൽ കളർ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെയും ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് ഗോൾഡ് ഹൈലൈറ്റ് വരുന്നതാണ്. അത് നാച്ചുറൽ ആയിട്ട് കിടക്കുന്ന രീതിക്ക് തന്നെയാണ് കേട്ടോ. നല്ല ഹൈലൈറ്റിംഗ് ആണ്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളതാണ്. അതായത് ഇതുപോലെ നമുക്ക് പോണി ടെയിലിനൊക്കെ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. ഇത് എങ്ങനെയാണ് വെക്കണേന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇത് ഇതുപോലെ ഇങ്ങനെ വെക്കുക. എന്നിട്ടിത് മടക്കി കൊടുത്താൽ നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ച് നല്ല രീതിക്ക് കിടക്കും കേട്ടോ. നല്ല രസമായിട്ട് കിടക്കും. ശരിക്കും നമ്മുടെ ഹെയർ തന്നെയാണെന്ന് തോന്നുള്ളൂ. കേളി ഹെയറും അതുപോലെ തന്നെ ഫെദർ കട്ടും ഒന്നും ഇഷ്ടമല്ല, സ്ട്രെയിറ്റ് എന്നെ ഇഷ്ടമുള്ളൂ എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രെയിറ്റും നമുക്ക് അവൈലബിൾ ആണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ഇടാം. ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് പോണിറ്റെയിലായിട്ട് ഇങ്ങനെയും വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ഹൈലൈറ്റിംഗ് ബർഗണ്ടി വരുന്ന ഒരു ഷെയ്ഡാണ്. അതും നല്ല നാച്ചുറൽ ആയിട്ട് ഇത് കിടക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ മുടി തന്നെയാണെന്ന് തോന്നുള്ളൂ. പോണിറ്റെയിലായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ കൂടുതലും പാർലർ യൂസിനായിരിക്കും. ഇതിനകത്ത് ഏകദേശം ഒരു 6, 7, 8 സെറ്റൊക്കെ ആയിട്ട് വരുന്ന എക്സ്റ്റൻഷൻസ് ആണ്. അതായത് നമ്മുടെ ആവശ്യം അനുസരിച്ച് അല്ലെങ്കിൽ ബ്രൈഡ്സിൻ്റെ ആവശ്യം അനുസരിച്ച് നമ്മൾ എക്സ്റ്റൻഷനും മുടിക്ക് കട്ടി വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ്. അതിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ ഇത്. നമുക്കിവിടെ ഒറിജിനൽ ഹ്യൂമൻ ഹെയർ എക്സ്റ്റൻഷൻസും അവൈലബിൾ ആണ് കേട്ടോ. അതായത് നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള മുടിയാണ്, അതിൻ്റെ എക്സ്റ്റൻഷൻസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ ഒത്തിരി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റോ ബ്യൂട്ടി പാർലറോ നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒട്ടും മിസ്സാകണ്ട. ഇവിടെ അഡോൺ പാലസിൽ വന്ന് പർച്ചേസ് ചെയ്തോളൂ. കൂടുതൽ വിവരങ്ങൾ ഞാൻ താഴത്ത് മെൻഷൻ ചെയ്തേക്കാം കേട്ടോ.